കേരളത്തിലെ വോട്ടെടുപ്പ് കഴിഞ്ഞ് ഇനി മെയ് 4-നാണ് വോട്ടെണ്ണൽ. എന്നാൽ പശ്ചിമബംഗാളിലെ വോട്ടെടുപ്പ് നടക്കുന്ന 29-ന്, അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 29-ന്, ആ 29-ാം തീയതി വൈകുന്നേരത്തോടുകൂടി എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പുറത്തു വരും. ചാനലുകളൊക്കെ തന്നെ ആർക്കാണ് സാധ്യത എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർ വിശദമായിട്ട് അനലൈസ് ചെയ്യും. പക്ഷെ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരു സാഹിത്യകാരൻ, മുൻ IAS ഉദ്യോഗസ്ഥൻ NS മാധവൻ, അദ്ദേഹം തന്റെ പ്രവചനങ്ങൾ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ്. അദ്ദേഹം അത് ട്വിറ്ററിലൂടെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് LDF-ൽ 75 സീറ്റ് കിട്ടി അവർ തുടർ ഭരണം ഉണ്ടാവും കേരളത്തിൽ. അതേപോലെ തന്നെ UDF-ന് 65 സീറ്റാണ് കിട്ടുക. BJP-യെ കുറിച്ച് യാതൊരു പരാമർശവും അദ്ദേഹം തന്റെ പ്രവചനത്തിൽ നടത്തിയിട്ടില്ല. അപ്പൊ ഏതൊരാൾക്കും, ഇന്ത്യയിലെ ഏതൊരു പൗരനും പ്രവചനങ്ങൾ നടത്താനുള്ള അവകാശമുണ്ട്. ആ നിലയ്ക്ക് NS മാധവനും അവകാശമുണ്ട്. അദ്ദേഹം ഒരു പ്രമുഖ വ്യക്തിയാണ്, വലിയ സാഹിത്യകാരനാണ്. ഓടക്കുഴൽ അവാർഡും സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയ ആളാണ്. AK ആന്റണിയുടെ കൂടെയൊക്കെ പ്രവർത്തിച്ച IAS ഉദ്യോഗസ്ഥനാണ്. പൊതുവെ ഒരു ഇടതുപക്ഷ അനുകൂലിയായിട്ടാണ്, ഒരു ലിബറൽ, ഒരു BJP വിരുദ്ധ നിലപാടെടുക്കുന്ന ഒരാളായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തന്നെ ഇടതുപക്ഷ അനുകൂലികളെന്ന് പൊതുവെ കരുതപ്പെട്ടിരുന്ന പലരും ഇനി ഒരു ഭരണം കൂടി ഉണ്ടാവുകയാണെങ്കിൽ, അതായത് 2 തവണ ഇടതുപക്ഷം ഭരിച്ചു, വീണ്ടും ഒരു തുടർ ഭരണം വരുന്നത് ആശാസ്യകരമല്ല, അനാരോഗ്യകരമാണ് എന്ന് തുടങ്ങിയ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തിയിരുന്നു. ഇപ്പോഴിതാ ഒരു അതേ നിലവാരത്തിലുള്ള, അല്ലെങ്കിൽ ഒരു സാഹിത്യകാരൻ, ഒരു സാംസ്കാരിക പ്രവർത്തകൻ, ഒരു മുൻ IAS ഉദ്യോഗസ്ഥൻ, അദ്ദേഹം പരസ്യമായിട്ട് LDF ജയിക്കും എന്ന് അവകാശപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം അത് വെറുതെ ഒരു കൊട്ടക്കണക്ക് പറയുന്നതിന് പകരം ഓരോ ജില്ലയിലും UDF-ന് എത്ര കിട്ടും, LDF-ന് എത്ര കിട്ടും എന്നൊക്കെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം എന്താണ് അദ്ദേഹം അതിന് ആസ്പദമാക്കിയത് എന്നൊന്നും നമുക്കറിയില്ല. അദ്ദേഹം പലരോടും ചോദിച്ചതും ഒക്കെ ആയിരിക്കാം. അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുമുണ്ട്. പക്ഷെ ഒരു പ്രമുഖ വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് മാധ്യമങ്ങളൊക്കെ സമീപിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായിട്ട് അത് ചർച്ച ചെയ്യപ്പെടുന്നു. ഈ സമയത്ത് അദ്ദേഹം പറഞ്ഞതിൽ എത്രത്തോളം സാങ്കത്യമുണ്ട് എന്ന് പരിശോധിക്കുന്നതിലും നമുക്കും അവകാശമുണ്ടല്ലോ. അപ്പം അങ്ങനെ നമ്മുടെ അവകാശം, അദ്ദേഹത്തിന്റെ അവകാശവാദത്തെക്കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവചനത്തെക്കുറിച്ച് നമ്മുടെ ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ നടത്തുന്നത്. NS മാധവൻ പറഞ്ഞതിൽ ഒരു തെറ്റ് വന്നിരിക്കുന്നത് BJP-യുടെ ചിത്രമേ അദ്ദേഹം രംഗത്ത് കൊണ്ടുവന്നില്ല എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ വളരെ കാര്യത്തോടുകൂടി 2 സീറ്റെങ്കിലും BJP-ക്ക് കിട്ടുമെന്നാണ് പലരും പറഞ്ഞിരിക്കുന്നത്. അത് എത്രയും ഉയരത്തിലേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ട്. പക്ഷെ കേരളത്തിലെ നിലവിൽ 140 അംഗ നിയമസഭയിൽ BJP-ക്ക് യാതൊരു പ്രതിനിധിയും ഇല്ല എന്നുള്ളത് കൊണ്ട് വേണമെങ്കിൽ NS മാധവന് തന്റെ വാദങ്ങളൊക്കെ ന്യായീകരിക്കാം. ഏതായാലും 4-ാം തീയതി വരെ നമുക്ക് അദ്ദേഹം പറഞ്ഞതിൽ എത്രത്തോളം കാര്യമുണ്ട് എന്ന് നമുക്ക് 4-ാം തീയതി അറിയാൻ കഴിയും. ഏതായാലും ഓരോ ജില്ല വെച്ച് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് NS മാധവൻ പറഞ്ഞതിൽ എത്രത്തോളം ശരിയുണ്ട്, എത്രത്തോളം തെറ്റുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് നമ്മുടേതായ സോഴ്സുകളെയൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് വിശകലനം ചെയ്യാം. ഇതിനകത്ത് NS മാധവൻ പറയുന്നതിൽ കുറെയൊക്കെ കാര്യമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ കുറെയൊക്കെ പിശകുമുണ്ട് എന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് പിശക് പറ്റിയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനും കഴിയും. ഇപ്പം ഉദാഹരണത്തിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ തവണ 13 സീറ്റാണ് LDF-ന് കിട്ടിയിരുന്നത്, 1 സീറ്റാണ് UDF-ന് കിട്ടിയിരിക്കുന്നത്. NS മാധവൻ പറയുന്നത് ഇത്തവണ 9 സീറ്റ് LDF-ന് കിട്ടും, 5 സീറ്റ് UDF-ന് കിട്ടും. അതായത് UDF 1 സീറ്റിൽ നിന്ന് 5-ലേക്ക് ഉയരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറെയൊക്കെ യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടുന്നതാണ്. പക്ഷേ 2 സീറ്റ് തിരുവനന്തപുരത്ത് BJP-ക്ക് കിട്ടും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. നിയമവും കണക്കൂട്ടവും BJP-ക്ക് കിട്ടും എന്ന് ഏതാണ്ട് ഉറപ്പാണ്. അതേപോലെ തന്നെ ചില മണ്ഡലങ്ങളിൽ നല്ല പ്രകടനമാണ് UDF കാഴ്ചവെച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് കാട്ടാക്കട, അതേപോലെ തന്നെ കോവളം, നെയ്യാറ്റിൻകര, അരുവിക്കര, വർക്കല, വാമനപുരം. വർക്കലയിൽ വർക്കല കഹറാണ് നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. വാമനപുരത്ത് ഷായാണ് സ്ഥാനാർത്ഥി UDF-ന്റെ. മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വൻതോതിൽ വോട്ടുകൾ സമാഹരിക്കാൻ UDF-ന്റെ വോട്ടിന്റെ കൂടെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ കൂടുന്നതോടുകൂടി, കാരണം കഴിഞ്ഞ തവണയൊക്കെ മുസ്ലിം ന്യൂനപക്ഷം ഇടതുപക്ഷത്തിന്റെ കൂടെയാണ് നിന്നിരുന്നത്, ആ വോട്ട് കിട്ടുന്നതോടുകൂടി വാമനപുരത്ത് ഷായ്ക്ക് ജയിക്കാൻ പറ്റും എന്നാണ് കരുതുന്നത്. അതേപോലെ തന്നെ അരുവിക്കരയിൽ സ്റ്റീഫനെതിരെ ശിവകുമാർ നല്ല പോരാട്ടമാണ് നടത്തുന്നത്. സ്റ്റീഫൻ തന്നെ ജയിക്കുമെന്ന് പലരും സൂചിപ്പിക്കുന്നു.
പക്ഷേ ശിവകുമാറിന് സാധ്യതയുണ്ടെന്ന് പലരും പറയുന്നു. നെയ്യാറ്റിൻകരയിൽ ഏതാണ്ട് ശക്തൻ നാടാർ ജയിച്ച സ്ഥിതിയിലേക്കാണ്. ആൻസലനാണ് അവിടുത്തെ സിറ്റിംഗ് MLA. പക്ഷേ നേരത്തെ കാട്ടാക്കടയിലെ MLA ഒക്കെ ആയിരുന്ന ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന ശക്തൻ, അദ്ദേഹം നല്ല പ്രകടനമാണ് നെയ്യാറ്റിൻകരയിൽ കാഴ്ചവെക്കുന്നത്. കാട്ടാക്കടയിലാണെങ്കിൽ മുമ്പൊക്കെ തന്നെ 2 തവണയും 2016-ലും 2021-ലും കോൺഗ്രസിലെ വിമതരുടെ വോട്ട് കൊണ്ടാണ് LDF സ്ഥാനാർത്ഥി ജയിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണ UDF ഐക്യത്തിലാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ജയിക്കാനുള്ള സാധ്യതയാണ് കൽപ്പിക്കുന്നത്. അങ്ങനെ അതേപോലെ തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിലും CP ജോണിന് സാധ്യത കൽപ്പിക്കുന്നുണ്ട്. ഇവിടെ BJPയും തങ്ങളുടെ സിറ്റിയിലെ 4 മണ്ഡലവും ജയിക്കുമെന്ന് പറയുന്ന കൂട്ടത്തിൽ തിരുവനന്തപുരം മണ്ഡലവും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് UDFന് സാധ്യതയുള്ള തിരുവനന്തപുരം, കാട്ടാക്കട, കോവളം, നെയ്യാറ്റിൻകര, അരുവിക്കര, വർക്കല, വാമനപുരം, ഇങ്ങനെ 1, 2, 3, 4, 5, 6, 7 മണ്ഡലങ്ങൾ. ആ 7 മണ്ഡലങ്ങളിൽ നമ്മുടെ NS മാധവൻ കൊടുത്തിരിക്കുന്നത് UDFന് 5 മണ്ഡലങ്ങളാണ്. അത് ഏതാണ്ടൊക്കെ സത്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ 9 മണ്ഡലങ്ങൾ എന്തായാലും LDFന് കിട്ടാൻ സാധ്യതയില്ല. കാരണം 2 സീറ്റ് BJP നേടുകയാണെങ്കിൽ ആ 9 സീറ്റ് LDFന് കിട്ടാൻ സാധ്യതയില്ല. അപ്പം അദ്ദേഹത്തിന്റെ പട്ടികയിൽ 2 or 3 സീറ്റ് LDFന് കുറയ്ക്കേണ്ടി വരും. അതേപോലെയാണ് കൊല്ലം ജില്ല. കൊല്ലം ജില്ലയിൽ 8-3 അദ്ദേഹം പറയുന്നത്. 8-3 എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ 2 സീറ്റ് UDFനുണ്ടായിരുന്നു. കുണ്ടറയും അതുപോലെ തന്നെ കരുനാഗപ്പള്ളി. കുണ്ടറയും കരുനാഗപ്പള്ളിയും തിരിച്ചു പിടിക്കാമെന്ന് LDF ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അതേ സമയത്ത് LDFന്റെ കൈവശമുണ്ടായിരുന്ന കൊല്ലം, ചവറ മണ്ഡലങ്ങളും അതേപോലെ തന്നെ കുന്നത്തൂരിലെ സംഭരണ മണ്ഡലം, ഈവൻ കൊട്ടാരക്കര, ഈ മണ്ഡലങ്ങളൊക്കെ UDF പാളയത്തിലേക്ക് പോകുമെന്നൊരു പ്രതീക്ഷയുണ്ട്. അതേപോലെ തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ചാത്തന്നൂർ BJP വിജയിക്കുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് കൊല്ലത്ത് 8 എന്നുള്ളത് 5-ലേക്കൊക്കെ എത്താനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോഴും അവർ 3 സീറ്റ് ഇവിടെ LDFന് NS മാധവൻ പ്രതീക്ഷിച്ചതിൽ നിന്ന് കുറയാനുള്ള സാധ്യതയുണ്ട്. പത്തനംതിട്ടയിൽ അദ്ദേഹം പറയുന്നത് 4-1 ആ 1 വീണ ജോർജ് മത്സരിക്കുന്ന സീറ്റാണോ UDF കിട്ടുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഏതായാലും പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണ 5-ൽ 5 LDF ആണ് നേടിയത്. ഇത്തവണ 1 സീറ്റ് UDF നേടുമെന്നാണ് പറയുന്നത്. പക്ഷേ 2 സീറ്റെങ്കിലും UDFന് നേടാനുള്ള സാധ്യതയാണ്. 2-3 സീറ്റ്, അത് 2-3, 3-2 ഒക്കെ ആകാനുള്ള സാധ്യതയാണ് പത്തനംതിട്ടയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആലപ്പുഴയിൽ 3 സീറ്റാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 1 ഹരിപ്പാട് രമേശ് ചെന്നിത്തല സീറ്റ് ആയിരിക്കാം, കാരണം ഒരു സിറ്റിംഗ് സീറ്റ്. അതിന്റെ കൂടെ 2 സീറ്റ് ഔദാര്യം എന്ന നിലയിൽ NS മാധവൻ നൽകിയിട്ടുണ്ട്. ഏതായാലും CPMനെ സംബന്ധിച്ചിടത്തോളം അവർ തന്നെ അമ്പലപ്പുഴയിൽ G സുധാകരൻ ജയിക്കും, LDF തോൽക്കും എന്ന് സംബന്ധിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ കായംകുളത്തും വലിയ പ്രതീക്ഷയാണ് UDFനുള്ളത്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആലപ്പുഴയിലെ 6-3 എന്നുള്ളത് ആ രീതിയിൽ തന്നെ പരിഗണിക്കുകയാണെങ്കിൽ LDFന് വലിയ നഷ്ടം NS മാധവന്റെ കണക്കിൽ വരില്ല. ഇടുക്കിയിൽ 2-3 എന്നുള്ളതാണ് അദ്ദേഹം ഒരു കണക്ക് അവതരിപ്പിച്ചിരുന്നത്. 2 സീറ്റ് LDFനും 3 സീറ്റ് UDFനും. അതിൽ വലിയ തെറ്റുകുറ്റങ്ങളൊന്നും പറയാൻ കഴിയില്ല. ചിലപ്പോൾ UDF പറയുന്ന തങ്ങളവിടെ തൂത്തുവാരും. കാരണം പ്രത്യേകിച്ച് മൈനോറിറ്റി ഭൂരിപക്ഷമുള്ള ജില്ലകളിൽ മലപ്പുറം, അതേപോലെ തന്നെ പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളം, ഈ ജില്ലകളിലേക്കൊക്കെ തങ്ങൾ തൂത്തുവാരും എന്നാണ് UDF പൊതുവെ അവകാശപ്പെടുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അത് നമുക്ക് പ്രകടമായിരുന്നു. ഏതായാലും 3 സീറ്റ് UDFനും 2 സീറ്റ് LDFനുമാണ് ഇടുക്കിയിൽ NS മാധവൻ അവകാശപ്പെടുന്നത്. നമുക്ക് ആ അവകാശവാദങ്ങൾ ശരിയാണെന്ന് തന്നെ വെക്കാം. എറണാകുളത്തും അദ്ദേഹം ഏതാണ്ടൊക്കെ പ്രായോഗികമായിട്ടാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. 3 സീറ്റ് LDFനും 11 സീറ്റ് UDFനും. പക്ഷെ അവിടെയും ഒരു കാര്യമുണ്ട്. അവിടെ 1 സീറ്റ് എറണാകുളത്തെ കുന്നത്തുനാട് സീറ്റ് BJP NDA സഖ്യം ജയിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനമാണ് നടത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ NS മാധവന്റെ ശ്രദ്ധയിലേക്ക് ആ വക കാര്യങ്ങൾ പോവാത്തതായിരിക്കാം. ഇനി നമുക്ക് തൃശ്ശൂർ എടുത്ത് നോക്കുകയാണെങ്കിൽ തൃശ്ശൂരിൽ പക്ഷേ NS മാധവൻ വലിയ പ്രതീക്ഷയാണ് LDFന് അദ്ദേഹം നൽകുന്നത്. 11 സീറ്റാണ് അദ്ദേഹം നൽകുന്നത്, 2 സീറ്റ് UDF. സത്യത്തിൽ UDFന് 1 സീറ്റ് മാത്രമേ ഉള്ളൂ. 12-1 ആയിരുന്നു കഴിഞ്ഞ തവണ. ഇത്തവണ NS മാധവൻ അത് 11-2 ആക്കിയിട്ടുണ്ട്. പക്ഷെ അതിൽ ഒതുങ്ങാനുള്ള സാധ്യതയില്ല. 1-2 സീറ്റ് കൂടി UDFന് കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ BJP ശക്തമായ പ്രകടനം കാഴ്ചവെക്കുന്ന ജില്ലയാണ് തൃശ്ശൂർ. തൃശ്ശൂർ മണ്ഡലത്തിൽ, മണലൂർ മണ്ഡലത്തിൽ, നാട്ടിക മണ്ഡലത്തിലൊക്കെ BJP ജയിക്കുമെന്ന പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലമാണ്. ഏതായാലും NS മാധവന് അങ്ങനെ പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ തൃശ്ശൂരിൽ 11 സീറ്റ് LDFന് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. 2-3 സീറ്റ് LDFന് തൃശ്ശൂരിൽ കുറയും. പാലക്കാട് ഏതായാലും
NS മാധവൻ വളരെ പ്രായോഗികമായ സമീപനമാണ് എടുത്തിരിക്കുന്നത്. കാരണം പാലക്കാട് നിലവിൽ പാലക്കാട് മണ്ഡലവും മണ്ണാർക്കാട് മണ്ഡലവും മാത്രമാണ് UDF-ന് കൈവശമുള്ളത്. ആകെയുള്ള 12 സീറ്റിൽ 10-2 അത് 7-5 അദ്ദേഹം മാറ്റിയിരിക്കുന്നത്. കാരണം 5 സീറ്റ് അദ്ദേഹം UDF നൽകിയിരിക്കുകയാണ്. പക്ഷെ പാലക്കാട്ടെ 2 സീറ്റ് BJP ശക്തമായ പ്രകടനം നടത്തുന്ന മണ്ഡലങ്ങളാണ്. ഒന്ന് പാലക്കാടും രണ്ടാമത്തേത് മലമ്പുഴയും. അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾ പൂർണ്ണമായി ശരിയാണ് എന്ന് പറയാൻ കഴിയില്ല. ഒരു 7 സീറ്റ് എന്നുള്ളത് ചിലപ്പം അത് 6-ലേക്കൊക്കെ വന്നിരിക്കാം. കാരണം UDF-നെ സംബന്ധിച്ചിടത്തോളം നെന്മാറ, ചിറ്റൂർ, കോങ്ങാട് ഈ മണ്ഡലങ്ങളിൽ തങ്ങൾ വിജയിക്കുമെന്നാണ് അവർ ഉറപ്പിച്ച് പറയുകയാണ്. മണ്ണാർക്കാട്, പാലക്കാട് സീറ്റ് കൂടാതെയാണ് അവരുടെ ഈ അവകാശവാദം. BJP-യെ സംബന്ധിച്ചിടത്തോളം 2 മണ്ഡലങ്ങളുമാണ് അവർ അവകാശപ്പെടുന്നത്. ഏതായാലും പാലക്കാടും NS മാധവന്റെ പട്ടികയിൽ നിന്ന് കുറച്ച് സീറ്റുകൾ, 1-2 സീറ്റുകൾ കുറയ്ക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. തൊട്ടടുത്ത ജില്ല മലപ്പുറമാണ്. മലപ്പുറം ജില്ലയിൽ ഏതാണ്ട് പ്രായോഗികമായ നിലപാടാണ് NS മാധവൻ കൈക്കൊണ്ടിരിക്കുന്നത്. 4 സീറ്റാണ് LDF-ന് ഉണ്ടായിരുന്നത്, അത് 2 സീറ്റായി കുറയും. 14 സീറ്റ് UDF-ന് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ 14-2 എന്നുള്ളത് ചിലപ്പോൾ 15-1 ആവാൻ, ഒരു സീറ്റ് കൂടി UDF-ന് കുറയാനുള്ള സാധ്യതയും ഉണ്ട്. അതേപോലെ കോഴിക്കോട് ജില്ലയിൽ 8-5 അദ്ദേഹം നൽകിയിരിക്കുന്നത്. 13 സീറ്റിൽ 8 സീറ്റ് LDF-നും 5 സീറ്റ് UDF-നും. യഥാർത്ഥത്തിൽ ഇവിടെ നിലവിലുള്ളത് 11-2. അതായത് കൊടുവള്ളി സീറ്റും വടകര സീറ്റുമാണ് UDF-ന്റെ കൈവശമുള്ളത്. അതിൽ LDF അവകാശപ്പെടുന്നത് വടകര സീറ്റ് തങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും, KK രമയെ തോൽപ്പിക്കാൻ കഴിയും എന്നൊരു വിശ്വാസം. കാരണം ഭാസ്കരൻ എന്ന് പറയുന്ന ജനതാദൾ നേതാവാണ്, പ്രാദേശികമായിട്ട് വളരെ കരുത്തനായിട്ടുള്ള ഒരു നേതാവാണ് വടകരയിൽ മത്സരിക്കുന്നത്. രമയോട് കഴിഞ്ഞ തവണ രമയ്ക്ക് കിട്ടിയിരുന്ന ഒരു സഹതാപമൊന്നും ഇത്തവണ കിട്ടാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. പക്ഷെ കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലൊക്കെ മുസ്ലിം ന്യൂനപക്ഷം N ബ്ലോക്കായിട്ട് UDF-ന്റെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കാനാണ് സാധ്യത. വടകര, കുറ്റ്യാടി, നാദാപുരം, കൊയിലാണ്ടി, കോഴിക്കോട് സൗത്ത്, കൊടുവള്ളി ഈ സീറ്റുകൾ ഏതായാലും UDF ജയിക്കുമെന്നൊരു പ്രതീക്ഷയാണ് അവർ വെച്ച് പുലർത്തുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഒരു 6 സീറ്റെങ്കിലും UDF-ന്റെ ഭാഗത്തേക്ക് പോകും. അത് 5 ആവുകയാണെങ്കിൽ ഏതാണ്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ NS മാധവൻ പറഞ്ഞതിന് തുല്യമാകും. അതുകൊണ്ട് നമ്മൾ അവിടെ വലിയ വെട്ടൽ വീഴ്ത്തേണ്ട കാര്യമില്ല. വയനാടിൽ 3 സീറ്റും UDF-നെ തന്നെയാണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. കണ്ണൂരിലാണ് പിന്നീട് വരുന്നത്. കണ്ണൂരിൽ 2 സീറ്റാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നത്. ഒന്ന് പേരാവൂറും ഇരിക്കൂറുമായിരിക്കണം എന്നാണ് തോന്നുന്നത്. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്, കണ്ണൂർ, അഴീക്കോട് തുടങ്ങി LDF ജയിച്ച 2 മണ്ഡലങ്ങളെ എന്തു തന്നെ ആയാലും UDF ആയിരിക്കും ഇത്തവണ ജയിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് UDF-ന്റെ സംഖ്യ 4 ആവും. ഒരുപക്ഷെ NS മാധവൻ പറയുന്നതിൽ ഒരു കാര്യമുള്ളത്, അദ്ദേഹം 2 സീറ്റിൽ 1 സീറ്റ് ഒരുപക്ഷെ LDF കഴിഞ്ഞ തവണ പരാജയപ്പെട്ട ഒരു സീറ്റ് ഒരുപക്ഷെ LDF തിരിച്ചു പിടിച്ചേക്കാം. KK ശൈലജ അവരെ തോൽപ്പിക്കാനാണ് പേരാവൂരിൽ മത്സരിപ്പിച്ചതെങ്കിലും അവർ ജയിക്കാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ 3 സീറ്റെങ്കിലും UDF-ന് അവിടെ കിട്ടും. NS മാധവന്റെ കണക്കിൽ 1 സീറ്റ് കുറയും. പിന്നീടുള്ളത് കാസർഗോഡാണ്. കാസർഗോഡ് ഏതാണ്ടൊക്കെ 5 സീറ്റിൽ 2 സീറ്റ് UDF-നും 3 സീറ്റ് LDF-നും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ LDF-ന് സീറ്റ് കുറയാനുള്ള സാധ്യതയില്ല. പക്ഷെ UDF-ന്റെ ആ 2 സീറ്റും കാസർഗോഡ് കിട്ടുമോ എന്ന് സംശയമാണ്. കാരണം കാസർഗോഡ് മഞ്ചേശ്വരത്തും BJP അതിശക്തമായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ 75 സീറ്റ് കിട്ടും എന്നുള്ളത് അവകാശവാദം ശരിയാണെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ 75 സീറ്റ് കിട്ടുമെന്ന് പറയുന്ന NS മാധവന്റെ അവകാശവാദം കുറച്ച് താഴേക്ക് വരേണ്ടി വരും. 65 സീറ്റിലേക്ക് LDF ഒതുങ്ങും. ഒരു 3-4 സീറ്റ് BJP നേടുകയാണെങ്കിൽ ബാക്കി സീറ്റുകൾ ഏതാണ്ട് 70-71 സീറ്റുകളായിരിക്കും UDF-ന് കിട്ടാൻ സാധ്യതകൾ എന്നാണ് NS മാധവന്റെ അഭിപ്രായ പ്രകടനത്തെ കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായ പ്രകടനം.